നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളും ആക്രമണങ്ങളും മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു. ഇന്നും ഒരു യുവതി പ്രത്യക്ഷപ്പെട്ടു. വിവാഹ വാഗ്ദാനം നൽകി താനുമായി വളരെ അടുത്ത ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിൽ സൂക്ഷിച്ചുവെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. യുവതിയുമായി ലൈംഗിക ബന്ധം വരെ നടത്തി. എന്നാൽ ഒടുവിൽ വിവാഹകാര്യം പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒഴിഞ്ഞു മാറിയെന്നാണ് യുവതിയുടെ ആരോപണം. ഈ യുവതിയെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. ഒരു ചാനൽ അഭിമുഖത്തിലാണ് യുവതി കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. എന്നാൽ ആരോപണങ്ങളുടെ പുകപടലങ്ങൾക്കപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ പരാതിയുമായി ഒരൊറ്റ യുവതി പോലും പോലീസിന് മുന്നിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഗർഭഛിദ്രത്തിനു വേണ്ടി സമ്മർദ്ദം നടത്തിയെന്ന ശബ്ദരേഖയിലും പോലീസ് അന്വേഷണം തുടരുന്നുവെങ്കിലും യുവതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന സൂചനകളാണ് ഇന്ന് വൈകി ലഭിക്കുന്നത്. യുവതിയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും പോലീസ് സംഘത്തിന് ലഭിക്കുന്നില്ല എന്ന വിവരം പുറത്തുവരുന്നു. ശത്രുക്കൾ ഒരുമിച്ച് വളഞ്ഞിട്ടാക്രമിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായി നിലം പൊത്തിയിരിക്കുന്നു. എന്നാൽ നിയമപരമായി രാഹുൽ ഇപ്പോഴും സേഫ് സോണിലാണ്. പോലീസിന് മുന്നിൽ ഒരൊറ്റ പരാതിയോ കേസോ നിലവിലില്ല. നിയമപരമായി യാതൊരു വിധത്തിലും കുറ്റാരോപിതനല്ലാതിരിക്കെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് എന്ന സംഘടന സംരക്ഷിക്കാത്തത് എന്ന ചോദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗ്രൂപ്പ് ഉണർന്നു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസിൽ 2 ഗ്രൂപ്പുകളാണ് പ്രബലമായി പ്രവർത്തിക്കുന്നത്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗ്രൂപ്പ്, മറ്റൊന്ന് അബിൻ വർക്കിയുടേത്. അബിൻ വർക്കി ഗ്രൂപ്പും രാഹുൽ ഗ്രൂപ്പും തമ്മിൽ അതിശക്തമായ ചേരിപ്പോര് സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ കോൺഗ്രസിനുള്ളിലെ ചില ഗ്രൂപ്പ് സമവാക്യങ്ങൾ മറനീക്കി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. നേരത്തെ സതീശന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. എന്നാൽ KC വേണുഗോപാലിനോട് അമിതമായ താൽപ്പര്യം കാട്ടി ഇടയ്ക്കുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നേരെ KCയുടെ ഗ്രൂപ്പിൽ ചേക്കേറി. KC വേണുഗോപാലിൻ്റെ വിശ്വസ്തനായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയ VD സതീശൻ തുടർന്നു വരുന്ന മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണം എന്ന് ശഠിച്ചു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെയാണ് KCയും കരുക്കൾ നീക്കിയത്. സതീശനൊപ്പമുള്ളവരെ KC നേരിട്ട് നിയന്ത്രിച്ചു തുടങ്ങി. ഇത് സതീശനത്ര ഇഷ്ടപ്പെട്ടില്ല. സതീശന് വലം കൈയായി നിന്നിരുന്ന ഷാഫി പറമ്പിലിനെയും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും KC വേണുഗോപാൽ നേരിട്ട് തൻ്റെ വരുതിയിലാക്കി. ഇതോടെ സതീശൻ വലിയ അസ്വസ്ഥതയിലായിരുന്നു. മറുവശത്ത് സതീശനിസം നിലം പൊത്തി എന്ന് രമേശ് ചെന്നിത്തല ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കോൺഗ്രസ് പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. സതീശനിസം അത്രകാലം കേരളത്തിൽ നിലനിൽക്കില്ല. കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രതിപക്ഷ നേതാവിന് വലിയ ബന്ധങ്ങളില്ല. ഐ ഗ്രൂപ്പ് പണ്ടു മുതലേ താൻ ഉൾപ്പെടെയുള്ള നേതൃവിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ ഐ ഗ്രൂപ്പ് നേതാക്കളൊക്കെ തന്നോട് വിധേയത്വമുള്ളവരാണ് എന്ന് ചെന്നിത്തല കണക്കുകൂട്ടുന്നു. ഐ ഗ്രൂപ്പിൽ നിന്ന് തെന്നിപ്പിരിഞ്ഞ KC വേണുഗോപാലും സതീശനുമൊക്കെ ഇപ്പോൾ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. എങ്കിലും രമേശ് ചെന്നിത്തല പഴയ ഐ ഗ്രൂപ്പിനെ പൂർണ്ണമായി തൻ്റെ ഉള്ളം കയ്യിലൊതുക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്തി UDF അധികാരത്തിലെത്തും എന്ന പ്രതീക്ഷ നിലനിൽക്കവെയാണ് അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ വലിയ കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ആഞ്ഞു വീശിയത്. തുടക്കത്തിൽ തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാനുള്ള കരുക്കൾ നീക്കിയത് രമേശ് ചെന്നിത്തല വിഭാഗം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ കർശന നടപടിയെടുക്കാൻ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തല വിഭാഗം ആദ്യം കരുക്കൾ നീക്കിയത്. ഹൈക്കമാൻഡിൽ രാഹുലിനെതിരെ നിരവധി പരാതികൾ എത്തുന്നു എന്ന വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തതും തിരുവനന്തപുരത്തെ ഒരു പ്രത്യേക ലോബി. ഇതോടെ രാഹുൽ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന അവസ്ഥയായിരുന്നു. താൻ ഒറ്റപ്പെടുമ്പോൾ തൊട്ടപ്പുറത്ത് ഷാഫി പറമ്പിൽ തന്നെ സംരക്ഷിക്കുമെന്ന് രാഹുൽ പ്രതീക്ഷിച്ചു. എന്നാൽ ഡൽഹിയിൽ നിന്ന് സമർത്ഥമായി ഷാഫി പറമ്പിൽ നേരെ ബീഹാറിലേക്ക് ഊളിയിട്ടു. KC വേണുഗോപാലിന് രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. പിന്നെ ആകെയുള്ള പ്രതീക്ഷ VD സതീശൻ മാത്രം. എന്നാൽ സതീശൻ്റെ ചിറകിനടിയിൽ നിന്ന് കുതറിമാറി നേരെ KC വേണുഗോപാലിൻ്റെ ക്യാമ്പിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കേണ്ട എന്ന് VD സതീശനും തീരുമാനിച്ചു. ഇതേ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പതനം. രാഹുലിനെതിരെ ആരോപണങ്ങൾ ശക്തമായപ്പോൾ രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് മുന്നിൽ ചില സമ്മർദ്ദങ്ങൾ ഉയർത്തി. രാഹുലിനെ തൽക്കാലം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ
രാഹുലിന്റെ വിഷയം ആളിക്കത്തുമെന്നും രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ ഓർമ്മപ്പെടുത്തി. വി.ഡി. സതീശനെതിരെയുള്ള ഒരായുധമായി ഇതിനെ ഉപയോഗിക്കാം എന്ന് ചെന്നിത്തല കണക്കുകൂട്ടി. എന്നാൽ ഒരു പടി കൂടി കടന്ന് രാഹുൽ തൽക്കാലം പുറത്തു നിൽക്കട്ടെ എന്ന് സതീശൻ തീരുമാനിച്ചതോടെ ചെന്നിത്തലയുടെ കളി മെല്ലെയൊന്നൊടിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള തീരുമാനം വി.ഡി. സതീശൻ എതിർക്കുമെന്നാണ് ചെന്നിത്തല കരുതിയത്. എന്നാൽ വി.ഡി. സതീശൻ എതിർത്തില്ല എന്നു മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിലപ്പുറം രാഹുലിനെതിരെ ആരോപണമുന്നയിച്ച പെൺകുട്ടി മുൻപ് അശ്ലീല മെസ്സേജുകൾ തനിക്ക് ലഭിച്ചിരുന്നു എന്ന പരാതി തൻ്റെ അടുക്കൽ പറഞ്ഞിരുന്നു എന്നുവരെ വി.ഡി. സതീശൻ തുറന്നു പറഞ്ഞു. ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നും വി.ഡി. പറഞ്ഞതോടെ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടം ഒറ്റപ്പെട്ടു. വി.ഡിയും ചെന്നിത്തലയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മുൻപ് പലവട്ടം പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെട്ടതും ഉയർന്നു വന്നതുമാണ്. അടുത്ത മുഖ്യമന്ത്രി കസേര തന്നെയാണ് രണ്ടുപേരുടെയും ഉള്ളിലെ മുഖ്യ വിഷയം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലമായി ഇരുവർക്കുമിടയിൽ വലിയ ചേരിപ്പോരും ചേരിതിരിവും വ്യക്തമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം UDF ആർജിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവ് ചില യോഗങ്ങൾ വിളിച്ചു ചേർത്തു. ഘടകകക്ഷികളുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നേരിട്ടുള്ള ചില ചർച്ചകൾ നടത്തി. എന്നാൽ ഈ ചർച്ചകളിലേക്കൊന്നും മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതേയില്ല. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് വെറും സതീശനിസമാണെന്നും ഇത് പാർട്ടിക്ക് അപകടം ചെയ്യുമെന്നും നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല ക്യാമ്പ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. സതീശനൊപ്പമുള്ള യുവനേതാക്കൾ സ്വഭാവകാര്യത്തിൽ വളരെ അപകടകാരികളാണ് എന്ന മെസ്സേജ് നേരത്തെ തന്നെ ഹൈക്കമാൻഡിൽ ലഭിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, ഇത്തരം സ്വഭാവ വൈകൃതങ്ങളുള്ള ഒന്നിലേറെ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ടത്രേ. അടുത്ത കാലത്തായി യൂത്ത് കോൺഗ്രസിൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റ രീതിയിലുമൊക്കെ ചില വ്യതിയാനങ്ങൾ കണ്ടിരുന്നു. ഡൽഹിയിലെ തണുപ്പിലേക്ക് നേതാക്കൾ പോകുമ്പോൾ അവർക്കൊപ്പം ഒഴുകിയെത്താറുള്ള ചില തരുണീമണികളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വലിയ പ്രകമ്പനങ്ങൾ പാർട്ടിയിൽ സൃഷ്ടിച്ചിരുന്നു. ഒരാൾക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുമ്പോൾ മറുവിഭാഗം ഇഷ്ടം പോലെ തെളിവുകളുമായി എതിർ നേതാവിനെ തളയ്ക്കുകയാണ് പതിവ്. താനും ഉമ്മൻചാണ്ടിയും ഒരുമിച്ച് ഏകദേശം 18ഓളം തെരഞ്ഞെടുപ്പുകൾക്ക് കേരളത്തിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന് ചെന്നിത്തല തൻ്റെ ഗ്രൂപ്പ് നേതാക്കളോട് പറയുന്നു. ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ച നേതാവാണ് താൻ. കേരളത്തിലെ ഫണ്ട് ശേഖരണം അടക്കമുള്ള കാര്യങ്ങളിൽ പൂർണ്ണ ഉത്തരവാദിത്തമെടുത്ത തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ബോധപൂർവം പല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. സതീശനിസം കൊണ്ട് കേരളത്തിൽ വിജയിക്കില്ല എന്ന് ചെന്നിത്തല പറയുന്നു. ഇവിടെ പാർട്ടിയെ ഉണർത്തണം, UDFനെ ചടുലമാക്കണം, ഘടകകക്ഷികളും കോൺഗ്രസും ഒത്തുചേർന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണം. അത്തരമൊരു ഏകോപിത പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നതേയില്ല. പണ്ടൊക്കെ ഗ്രൂപ്പുകൾ തമ്മിൽ ശക്തമായ ചേരിപ്പോരും ഗ്രൂപ്പ് പോരും കേരളത്തിൽ പ്രകടമായിരുന്നു. ഇപ്പോൾ ഗ്രൂപ്പുകൾ ദുർബലമാണ്. താഴേക്കിടയിലുള്ള ജനവിഭാഗവുമായി ഗ്രൂപ്പ് നേതാക്കൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും ചെറുപ്പക്കാരാണ്. അവർ കുറെ കൂടി ഗൗരവത്തോടെ കാര്യങ്ങളെ കാണേണ്ടതുണ്ടായിരുന്നു. ഈ ചിന്താഗതിയാണ് ഇപ്പോൾ സതീശനിൽ ശക്തമാകുന്നത്. സതീശനൊപ്പമുള്ള ചിലർ ഇതിനിടയിൽ സമർത്ഥമായി ഊളിയിട്ട് KC വേണുഗോപാൽ ക്യാമ്പിലെത്തി. സതീശനാണ് തൻ്റെ മുഖ്യ എതിരാളി എന്ന ധാരണയിൽ രമേശ് ചെന്നിത്തല ഇപ്പോഴും സതീശനെതിരെ കരുക്കൾ നീക്കുന്നു. പ്രബലമായ 3 ഗ്രൂപ്പുകളാണ് കേരളത്തിൽ വളർന്നു വരുന്നത്. ഒന്ന് രമേശ് ചെന്നിത്തലയുടെ കീഴിൽ, മറ്റൊന്ന് വി.ഡി. സതീശൻ്റെ ചിറകിനടിയിൽ. ഇതിലുമപ്പുറം വി.ഡി. സതീശനൊപ്പമുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിനെ അടർത്തിയെടുത്ത് KC സമർത്ഥമായി കരുക്കൾ നീക്കുന്നു. ബെന്നി ബെഹനാൻ പഴയ A ഗ്രൂപ്പിനെ തട്ടിയെടുത്ത് ചില കരുനീക്കങ്ങൾ നടത്തുന്നുവെങ്കിലും അതൊടുവിൽ രമേശ് ചെന്നിത്തലയുടെ ചിറകിനൊടിയിൽ ഒളിക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ തികഞ്ഞ സൂക്ഷ്മത നേതാക്കൾക്ക് വേണം എന്ന് രമേശ് ചെന്നിത്തല വിഭാഗം ഓർമ്മപ്പെടുത്തുന്നു സതീശനിസത്തെ. മറുവശത്ത് സതീശനിസത്തിന് യാതൊരുവിധ കോട്ടവുമില്ല. വീണത് രാഹുലാണെന്നും രാഹുലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് തങ്ങളാണ് എന്ന ഭാവമാണ് സതീശൻ ഗ്രൂപ്പിന്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചൊഴിഞ്ഞതോടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിനുള്ള വാശിയേറിയ വടംവലിയാണ് നടക്കുന്നത്. അബിൻ വർക്കിയ ആ സ്ഥാനത്തിരിക്കും എന്ന സൂചനകൾ ചെന്നിത്തല വിഭാഗം നടത്തുന്നു. എന്നാൽ മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടം ഒഴിഞ്ഞ കസേരയിൽ തങ്ങളുടെ നോമിന് തന്നെ ഇരിക്കണമെന്ന വാശിയിലാണ് ഷാഫിയും രാഹുലും. അധ്യക്ഷ സ്ഥാനത്തേക്ക് സെക്രട്ടറി ബിനു ചുള്ളിയിൽ, KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്, നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവർ ഗ്രൂപ്പ് ചേരികൾ തിരിഞ്ഞ് പോർവിളി മുഴക്കുന്നു. മുതിർന്ന നേതാവ് KC വേണുഗോപാലിൻ്റെ പക്ഷം ബിനു ചുള്ളയിലിന് വേണ്ടി ശക്തമായി തന്നെ രംഗത്തുണ്ട്. അതുകൊണ്ട് ബിനു ചുള്ളയിൽ അത്ര നിസ്സാരക്കാരനല്ല.
എന്നാൽ ചെന്നിത്തല അബിൻ വർക്കിയെ ഇക്കുറി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്തും എന്ന വാശിയിലാണ്. കോൺഗ്രസിലെ യുവനേതാക്കൾക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് നേർക്കു മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നതാണ് ഏറെ സവിശേഷത. സ്വന്തം പാർട്ടിയിലുള്ളവർ വരെ ആരോപണങ്ങളുമായി രംഗത്തിറങ്ങുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചത് ധാർമ്മിക ചുതിയെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മുമ്പ് പല നേതാക്കളെക്കുറിച്ചുള്ള പീഡനാരോപണങ്ങൾ പല സ്ത്രീകളും ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുണ്ടായതുപോലെയുള്ള ഒരു കടുത്ത പ്രതിരോധ വൃത്തത്തിലേക്ക് നേതാക്കളെ തള്ളിയിടപ്പെട്ടിട്ടില്ല എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ യാതൊരു വിധത്തിലും കോൺഗ്രസ് സംഘടന സംരക്ഷിച്ചില്ല എന്ന പരാതി ഇപ്പോൾ രാഹുൽ വിഭാഗത്തിൽ ശക്തമാണ്. യൂത്ത് കോൺഗ്രസുകാർ അടക്കം സൈബർ ഇടങ്ങളിൽ നിന്ന് ബോധപൂർവം മാറി നിന്ന് തങ്ങളുടെ നേതാവിനെ വാരിക്കുഴിയിലേക്ക് എറിഞ്ഞു കൊടുത്തു എന്ന വികാരമാണ് അവരുടെ ഉള്ളിൽ. സോഷ്യൽ മീഡിയയിൽ റീലിട്ട് ആഘോഷിക്കുന്നവർ തങ്ങളുടെ നേതാവിനെ വാരിക്കുഴിയൊരുക്കി വെട്ടിവീഴ്ത്തുമ്പോൾ എവിടെ പോയിരുന്നു എന്ന ചോദ്യവും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുന്നുണ്ട്. അബിൻ വർക്കി വിഭാഗത്തെ കട്ടപ്പയോട് ഉപമിച്ചുള്ള ചില പോസ്റ്ററുകൾ, ട്രോളുകൾ ഇവയൊക്കെ യൂത്ത് കോൺഗ്രസ് തന്നെ പരസ്പരം പ്രയോഗിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇനി തിരികെ രാഷ്ട്രീയത്തിലേക്ക് പഴയ സ്ഥാനത്തിൽ കടന്നു വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറുന്നു. തമ്മിലടി രൂക്ഷമായതിന് പിന്നാലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അബിൻ വർക്കിയുടെയും ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞാണ് പോർവിളികൾ നടത്തിയത്. പരസ്യപ്പോര് രൂക്ഷമായതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിനുള്ളിയാക്കി മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഏകദേശം കെട്ടടങ്ങുമ്പോഴാണ് മറ്റൊരു വിവാദം ആളിക്കത്തുന്നത്. യൂത്ത് കോൺഗ്രസിൽ തന്നെ ഇപ്പോൾ രാഹുലിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആരാകുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അബിൻ വർക്കിയെ തന്നെ കസേരയിലിരുത്തും എന്ന വാശി അംഗീകരിച്ചു കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടം പക്ഷത്തിന് കഴിയുന്നില്ല. കഴിഞ്ഞ തവണ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2ാം സ്ഥാനത്തെത്തിയ അബിന്റെ പേരാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നു കേൾക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് നേടി വൈസ് പ്രസിഡന്റ് ആയ ആളാണ് അബിൻ വർക്കി. അതുകൊണ്ട് തന്നെ അബിൻ വർക്കി അധ്യക്ഷ സ്ഥാനത്തിരിക്കണമെന്ന് അബിൻ വർക്കിയുടെ ഗ്രൂപ്പുകാർ പറയുന്നു. എന്നാൽ അഭിജിത്ത്, ബിനു ചുള്ളിയിൽ തുടങ്ങിയവരുടെ പേരുകൾ ശക്തമായി ഉയർത്തിക്കൊണ്ട് മറുപക്ഷം തിരിച്ചടിക്കുന്നു. അബിന്റെ വരവിനെ തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് വാട്സാപ്പ് ഗ്രൂപ്പിലെ തമ്മിലടി. രാഹുലിനൊപ്പം ഉണ്ടായിരുന്നവർ അബിൻ വർക്കിയെ ബാഹുബലിയിലെ കട്ടപ്പ ആയി ചിത്രീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു. തോളിൽ കൈയിട്ട് നടന്നവന്റെ കുത്തിന് ആഴമേറും എന്ന അടിക്കുറിപ്പും. രക്തത്തിനു വേണ്ടി കൊതിച്ച ചെന്നായ്ക്കൾ എന്നും തന്നെ അവരെ വിശേഷിപ്പിക്കാം. നാണമില്ലാത്ത വർഗം, കുറ്റുകാർ ശത്രുക്കളല്ല എന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ചതിയുടെ മുഖ്യ ആയുധം അവന്റെ കള്ളച്ചിരി തന്നെയാണ് എന്ന് ഒരു വിഭാഗം. ആട്ടിൻതോലിന് പകരം പച്ചത്തത്തയുടെ കുപ്പായമണിഞ്ഞ അവൻ ചെന്നായാണ് എന്ന് മറുവിഭാഗം. രാഹുലിനെതിരെയുള്ള നീക്കങ്ങൾക്ക് അബിൻ വർക്കിയും ഇന്ധനം പകർന്നുവെന്നാണ് രാഹുൽ വിഭാഗം ആരോപിക്കുന്നത്. KSU ജനറൽ സെക്രട്ടറി സ്നേഹയുടെ ഒരു ഓഡിയോ സന്ദേശം കഴിഞ്ഞ ദിവസം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പാറിക്കളിച്ചിരുന്നു. അതിന് പിന്നിലും അബിൻ ഗ്രൂപ്പാണത്രേ. ഏറ്റവും നാണംകെട്ട ചേരിപ്പോരും പോർവിളികളുമാണ് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും നടക്കുന്നത്. ശത്രുക്കളെല്ലാം ഒത്തുകൂടി ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ നിരത്തി തങ്ങളുടെ നേതാവിനെ ചവിട്ടി വീഴ്ത്തുമ്പോൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കില്ലേ എന്ന് ദയനീയമായി ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം പക്ഷം. വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് ബോംബുകൾ പൊട്ടാനുണ്ട് എന്ന് കേരള രാഷ്ട്രീയത്തിലെ ചിലർ രഹസ്യമായി പ്രചരിപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ വീഴ്ത്തി എന്ന് മാത്രമല്ല, വരും ദിവസം അവന്റെ പുക കണ്ടേ അടങ്ങൂ എന്ന വാശിയിലാണ് ശത്രുപക്ഷം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.